വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് രാജ്മ റൈസ് ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. രാജ്മ ഞാൻ 2.5 ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 8 മണിക്കൂർ കുതിർത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ബസ്മതി റൈസ് ആണ് ഞാൻ എടുത്തത്. അത് ഒരു 4 ഗ്ലാസ് എടുത്തിരുന്നു. ഞാൻ 2 ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മസാലകൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതായത് 2 കറുകപ്പട്ട, 4 സ്റ്റാർ, പിന്നെ ബിഗ് എലൈച്ചി എന്ന് പറയും, അതൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് സാധാരണ ഏലക്ക 4 എണ്ണം, പിന്നെ ഗ്രാമ്പൂ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ജീരകം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1.25 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി എടുത്തു. ഗാർലിക് ആണെങ്കിൽ ഒരു 12 എണ്ണം ചെറിയ ഗാർലിക് ആണ് എടുത്തത്. പിന്നെ ഒരു പച്ചമുളക് എടുത്തു. പിന്നെ 2 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ഈ മസാലക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പൊ നമുക്കൊന്നത് ചൂടാക്കാം. ജീരകം ഞാൻ ചൂടാക്കുന്നില്ല, ബാക്കി എല്ലാ സാധനങ്ങളും ഞാൻ ചൂടാക്കിയിട്ടാണ് പൊടിക്കുന്നത്. പൊടിക്കുന്നതിന് മുമ്പ് 2 ഏലക്കയുടെയും, അതായത് വലിയ ഏലക്കയുടെയും ചെറിയ ഏലക്കയുടെയും തൊലി കളഞ്ഞിട്ട് വേണം പൊടിക്കാൻ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്രേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് വരുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ഉപയോഗിക്കുമ്പോഴാണ്. രാജ്മ ഞാനൊരു 7-8 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അപ്പൊ നമുക്കിനി രാജ്മ വേവിക്കാം. രാജ്മ മുങ്ങാൻ പാകത്തിന് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു 17 മിനിറ്റ് ആണ് ഞാൻ വേവിച്ചത് രാജ്മ. ഏകദേശം ഒരു 4-5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ട് വഴറ്റാം. ഉള്ളി ഏകദേശം ഒരു ഗോൾഡൻ യെല്ലോ ആവുന്നത് വരെ വഴറ്റാം. വേണ്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചു വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ചേർത്തിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർക്കാം. ബസ്മതി റൈസ് ഞാൻ ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിരുന്നു. അത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രാജ്മയും ചേർക്കാവുന്നതാണ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ വെള്ളം എടുത്തത്. അപ്പൊ ഞാൻ രാജ്മ വേവിക്കാൻ എടുത്തിരുന്ന ആ വെള്ളവും ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പൊ അതും കൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ വെള്ളം ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ഇത് ഓപ്ഷണലാണ്. ഇനി ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം കുറച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 8-9 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് അടപ്പ് തുറന്ന് നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ്. ഈ അരി വേവാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 13-14 മിനിറ്റ് എടുത്തു. ഇപ്പോൾ രാജ്മ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് കറിയായിട്ട് ഞാൻ പനീർ ബട്ടർ മസാലയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പനീർ ബട്ടർ മസാലയുടെ റെസിപ്പി ഞാൻ കമന്റ് ബോക്സിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.